എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഫി വയനാട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോയ്ക്ക് വരുന്നു. കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. വീണ്ടും ഒരു വീഡിയോയിലേക്ക് വന്നാൽ നമ്മളെല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് എന്ന് വെച്ചാൽ ഓരോ വീഡിയോയുടെ ആയിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും വെയിറ്റ് ചെയ്ത് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞാൻ യൂട്യൂബ് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ആ വീഡിയോ എടുത്തിട്ട് അത് യൂട്യൂബിൽ ഇടാൻ പറ്റാൻ പാടെ എനിക്കറിയുള്ളൂ, ഞങ്ങൾക്കറിയുള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് അറിയുന്നവർക്ക് സിമ്പിളാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. കാരണം ഒരു വിധത്തിൽ ഞാൻ ഈ പരിപാടി ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വാച്ച് ചെയ്യുന്ന ആൾക്കാർ ക്ഷമിക്കുക. കാരണം വെച്ചാൽ നമുക്ക് അറിയാത്ത പരിപാടി ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് കൂപ്പൺ അടിച്ചിട്ടുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലാത്തൊരു കാര്യമല്ല. അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാം. ഇപ്പോൾ പല ആൾക്കാരും, പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട്, ഞാൻ എന്താ പറയുക, ജ്വല്ലറി ഫേമിലല്ല, ജ്വല്ലറി ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ ഷോപ്പിൽ സ്റ്റാഫായിട്ട് നിൽക്കുകയാണ്, ഞാൻ കല്ലിൻ്റെ പരിപാടി വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത്. ഇവിടെ വന്ന് അന്വേഷിച്ച ആൾക്കാർ പറയുന്നു, ഇവിടെ വന്ന് ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. കാരണം ഇതുവരെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പറഞ്ഞു പോകാൻ ഏത് വ്യവസ്ഥയിലാണ് അവർ പറഞ്ഞെന്നുള്ളതും തെളിയിച്ചു തരണം. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് പക്ക അന്വേഷിച്ച് വേണം പറഞ്ഞു. കാരണം വെച്ചാൽ ഇവൻ്റെ കൂടെ ഞാനിപ്പോൾ സത്യത്തിൽ 2 മാസത്തോടെ വർക്ക് ചെയ്തു. അത് ഈ നാട്ടിലെ ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാം, ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഗോൾഡിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്, ഇല്ലയെന്നും പറയുന്നില്ല, ചെയ്യുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അത് നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ട് വേണമെങ്കിൽ തപ്പിപ്പിടിക്കുകയോ കണ്ടുപിടിക്കുകയോ എന്ത് വേണമായിക്കോ, അതൊന്നും പ്രശ്നമല്ല. പിന്നെ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ട്. കാരണം പല ആൾക്കാരും പല രീതിയിലും ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന, റീച്ച് കിട്ടി വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ യൂട്യൂബേഴ്സ്. വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ആൾ റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം. നമ്മളൊക്കെ പണിക്ക് പോയിട്ട് ഉണ്ടാക്കുന്ന പൈസ നമ്മളെ അന്നത്തിലാണ് കൈ വെച്ചത്. കാരണം വെച്ചാൽ ഒന്ന് നമ്മളെ വർക്കിൽ നിങ്ങൾ കൈ വെച്ചു. ഗോൾഡിൻ്റെ പരിപാടിയാണ്, ഈ പരിപാടി ഇല്ല. അതിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓൾറെഡി 2-3 വർക്ക് ഞങ്ങൾക്ക് പോയി. ഇപ്പോൾ ഇവനറിയാം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞൊരു വർക്ക് 2500 സ്ക്വയർ ഫീറ്റ് വർക്ക്. അതിപ്പോൾ നിലവിൽ പാർട്ടി ഞങ്ങളെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അത് കൂടാണ്ട് വേറെ 2 വർക്ക് അങ്ങനെയും പോയി. പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ പരിപാടി അത് പോയി. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മളെ ഫാമിലിക്ക് കൊടുത്ത് വേണം നമുക്ക് എന്തെങ്കിലും കിട്ടാൻ. അല്ല, വർക്ക് കിട്ടിയിട്ട് വേണം ഫാമിലിക്ക് എന്തെങ്കിലും കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഫാമിലി അല്ലെങ്കിൽ കുടുംബത്തിലെ കൈവെക്കുന്ന സമയത്ത് അത് സൂക്ഷിച്ചും കണ്ടു ചെയ്യുക. കാരണം വെച്ചാൽ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കുറ്റം പറയുന്നതല്ല, യൂട്യൂബേഴ്സിന് ആരും കുറ്റം പറയുന്നതല്ല. നിങ്ങൾക്കും ഒരു ഫാമിലി ഉള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയും അതേപോലെ നാട്ടിലും വീട്ടിലും കളിയാക്കുന്നൊരവസ്ഥ വരുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ഓൾറെഡി അത് എന്തിന് ഫസ്റ്റ് പ്രൈസ് നേടിയത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മളൊരു 13 ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റിൻ്റെ ഒരു ടിക്കറ്റ് നമ്മൾ പ്രൈസ് അടിച്ചു. നമ്മളും കൂടി അവരെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ഒരിക്കലുമല്ല. കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട്, അത് ഞങ്ങൾ പുറകെ പറയുന്നുണ്ട്. പിന്നെ ഷാഫി 2 മാസമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ 8-9 വർഷമായിട്ട് സ്റ്റോണിൻ്റെയും ഇൻ്റർലോക്കിൻ്റെയൊക്കെ വർക്കായിട്ട് പോകുന്നതാണ്. എൻ്റെ കൂടെ ഈ ഷാഫി അടക്കം 3 പേരും കൂടി, ഞങ്ങളടക്കം മൊത്തം 4 പേരുണ്ട്. അതിൽ ഉള്ള ഒരാൾ പുറത്തുമാണ്, ഒരാൾ നാട്ടിൽ ഞങ്ങൾ 3 ആളാണ് കൈകാര്യം. നിലവിൽ ഞങ്ങൾ കൂടെ സ്റ്റാൻഡ് ആയിട്ടില്ല. ജനുവരിയോടെയാണ് ആളും കൂടി നമ്മൾ കൂടുള്ളൂ. അതുവരെ ഞങ്ങൾ 3 ആളും തന്നെയാണ് നിലവിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്താ പറയുക, ഒരു വണ്ടി വാങ്ങിയത്, ലോറി വാങ്ങിയത്. കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞങ്ങൾ അതിൽ എങ്ങനെയെങ്കിലും ഈ 4 കുടുംബം വച്ച് പിടിക്കാൻ, അല്ലെങ്കിൽ 3 കുടുംബം സ്റ്റാർട്ടിങ്ങിൽ വച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു വണ്ടി മേടിച്ച് വണ്ടീനെ കുറ്റം പറയുന്നില്ല, വണ്ടി മേടിച്ച് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ തീർത്തൊന്ന് ലെവലായി വന്നപ്പോഴാണ് ഈ കൂപ്പൺ അടിച്ചത്. കൂപ്പൺ എടുക്കാൻ തന്നെ കാരണം ഞങ്ങൾ ഫസ്റ്റത്തെ ബാംഗ്ലൂർ ഓട്ടം കഴിഞ്ഞപ്പോൾ അത് ലോറിയിൽ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈവർമാർക്കും അതിന് ഓണർമാർക്കും അറിയാം. ഒരു ട്രിപ്പിൽ കല്ലെടുത്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോണ് വയനാട്ടിലേക്ക് അടിച്ചാൽ 10 റുപ്യേൻ്റെ വാടക കിട്ടാൻ ലാഭം കിട്ടാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു 14 രൂപ കിട്ടുകയും അതിൽ നിന്നുള്ള ക്യാഷ് എടുത്തിട്ടാണ് ഈ ഒരു കൂപ്പൺ എടുക്കുകയും ചെയ്തത്. എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു ബേക്കിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതന്നെ ഒന്നും അറിയാണ്ട് എന്തായാലും നമ്മൾ ഈ ടിക്കറ്റ് എടുക്കൂലല്ലോ. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ, യൂട്യൂബ്സ് വിടി, നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ 13 ടിക്കറ്റ് 13,000 രൂപ ഞങ്ങൾ 3 ആളും 4 ആളും കൂടി എടുക്കണമെങ്കിൽ ഒരാൾക്കൊരു 3,000 രൂപ ചിലവ്. സാധാരണക്കാരൻ അങ്ങനെ എടുക്കുമോ? എടുത്താൽ തന്നെ പോട്ടെ. ഈ 13 ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമോ? പോട്ടെ, അതും കൂടി. ഈ 13 നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ വേക്കിൽ എന്തൊരു ഉദ്ദേശം ഉണ്ടോ?
അത് എന്ത് ഉദ്ദേശമാണെന്നുള്ളത് അത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് എത്രത്തോളം നമ്മൾ ഇതിന്റെ പുറകെയുള്ളത് പുറത്ത് പറയരുത്, അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും. അതായത് എന്താ പറയുക, ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയാണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ 14 രൂപയുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡറിൽ കിട്ടുന്ന ലാഭം സാധാരണ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ നന്മ പ്രവൃത്തി ചെയ്യും, അല്ലെങ്കിൽ അത് വണ്ടിൻ്റെ പിന്നെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെന്താ ആവശ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളിലേക്കാണ് എടുക്കുക. ഇത് നമ്മളോട് ഒരു ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് അവരെ അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസയാണ്. അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് തന്നെ നമ്മൾ കൊടുത്ത പൈസയാണ്. അത് അയാൾ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ ആൾ തന്നെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ, ടിക്കറ്റ് അപ്പം തന്നെ നമ്മളെ തന്നും ചെയ്തു. അതെ, അത് എഴുതിയിട്ടത് ഞങ്ങളുടെ പേരിലുമാണ്. ഞങ്ങളുടെ പേരിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പേര് എഴുതിടാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പുറകത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ പുറകിൽ ഇതെല്ലാം എന്താ പറയുക വെളിപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വെളിപ്പെടുത്തുന്നവർ ഇതിൻ്റെ പുറകിൽ കുടുംബം എന്നുള്ളത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഒരു കുടുംബം നശിപ്പിച്ചിട്ട് എന്താക്കരുത്, നിങ്ങൾ റീച്ച് ഉണ്ടാക്കരുത്. അത് മാത്രമേ പറയാം. ഇപ്പോൾ ആകെ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയാളെ സഹായിച്ചെന്നൊരു തെറ്റും ആ കൂപ്പൺ കഷ്ടകാലത്തിന് ഞങ്ങൾക്ക് അടിച്ചു എന്നൊരു തെറ്റും ഇത് അടിച്ച സ്ഥിതിക്ക് അവർ തമ്മിലുള്ള ബന്ധം പുറത്തായി എന്നുള്ള ആകെ പ്രശ്നമായി. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വേണ്ട, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞിപ്പം കുറച്ച് മുമ്പ് യൂട്യൂബിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഞങ്ങൾ ആ വീട് വേണ്ടാന്ന് വെച്ചു. ആര് വേണ്ടാന്ന് വെച്ചു? ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ല. വീട് വേണ്ടാന്ന് വെക്കുകയല്ല ചെയ്തിട്ടില്ല, ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നില്ല. പകരം തൽക്കാലം മൂപ്പര് അവിടെ നിന്നോട്ടെ, പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഞങ്ങൾ എന്താക്കും, ഒന്നില്ലേ ഇത് കച്ചവടമാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും. അതാണ് പറഞ്ഞിട്ട് പോകുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ ഇത്രയും നാണം കിട്ടി ഇത്രയും പുറത്ത് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളിത് പിന്നെ അവിടെ കൊടുത്തു പോരുമോ? പല യൂട്യൂബേഴ്സും പറയുന്നത് ഇപ്പം ഞങ്ങളതിൽ ഉടായ്പ കാണിച്ചു, എന്താ പറയുക, ഞങ്ങളതിൽ എന്താ പറയുക അങ്ങനെ കളിച്ചു, അങ്ങനെ ഒത്തു കളിച്ചു. ഈ പറയുന്ന പിന്നെ നാസർക്കായിട്ടോ അല്ല എന്താ മറ്റൊരു യൂട്യൂബർ പാണ്ടിക്കാട് കുഞ്ഞാനായിട്ടോ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബക്കാരനാന്ന് പറയുന്നത്. പിന്നെ പല ആൾക്കാരും പറഞ്ഞ് എനിക്ക് പനമയത്തെ വീട് അടിച്ചത്, പല ആൾക്കാരും പറഞ്ഞ് എനിക്ക് കമ്പളക്കാട് വീട് അടിച്ചത്. അതേപോലെ കുറെ ആൾക്കാർ പറഞ്ഞു ബത്തേരി വന്നു അന്വേഷിച്ചു. പിന്നെ അതേപോലെ എവിടെ വന്നു അന്വേഷിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയും. കാരണം ബത്തേരി വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. കാരണം ഷാഫിനോട് അവൻ എവിടെ വർക്ക് ചെയ്ത് അവിടെ പോയി ചോദിച്ചാൽ അവനിപ്പോൾ അവിടെ ഇല്ലാന്നും 2 മാസമായിട്ട് വേറെ പുറമെയാണെന്നുള്ളത് അവിടെ നിന്ന് എന്തായാലും പറയും. അതൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ അന്ന് കുഞ്ഞാൻ വീഡിയോ എടുത്ത സമയത്ത് നമ്മൾ കണ്ണ് പിടയ്ക്കുന്നുണ്ട് രാവിലെ 6 മണി, അന്ന് രാവിലെ 6 മണി മുതൽ 2 ലോഡ് കല്ല് വന്നിട്ട് അത് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതും പെരും മഴയത്ത്, അത്രയും മഴ കൊണ്ടിട്ട് ഇറക്കിയ ഒരാൾക്കറിയാം. പെട്ടെന്ന് വണ്ടി കയറി വീഡിയോ എടുക്കുമ്പം അതിൻ്റെ എല്ലാം എന്താ പറയുക, നമ്മൾ ഒന്നാമത് ഈ വീടിൻ്റെ മുമ്പിൽ വരുന്നത് ആദ്യമായിട്ടാണ്. നമുക്കൊന്നും തീരെ താല്പര്യമില്ലാത്ത പരിപാടി വീടിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇപ്പം ഈ വന്നതന്നെ നമ്മൾ ഗതികേട് കൊണ്ട് വന്നതാണ്. പിന്നെ അന്നത്തെ ഫേസ് പറയുന്നത് നമ്മൾ അന്ന് അത്രയും ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ വന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം എങ്ങനെ ഉണ്ടാവും. അത് ആ ചെയ്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ലോഡിങ്ങിൻ്റെ പണിയെടുക്കുന്നവർക്ക് അറിയാം, ഇങ്ങനത്തെ പണിയെടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മളെ കഞ്ഞിയിൽ നിങ്ങൾക്ക് പോയാൽ മതി യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ആ യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ റീച്ച് കിട്ടിയ അല്ലെങ്കിൽ ലൈക്കും ഷെയറും എന്താ പറയുക കമൻറ്റൊക്കെ കിട്ടി, നിങ്ങൾക്ക് അതിൻ്റെ ക്യാഷും കാര്യങ്ങളും കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷാണ്. ഞങ്ങളെ കഞ്ഞിയിൽ പാറ്റിട്ടിട്ട് ആ ക്യാഷ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞങ്ങളെ കഞ്ഞിയിൽ പാറ്റിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടില്ല. ഞങ്ങൾക്കുണ്ട് കുടുംബം, നിങ്ങൾക്കുണ്ട് കുടുംബം. നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഒരാളെ വ്യക്തിപരമായി ഒരാളെയും അപമാനിക്കാൻ പാടില്ല. പിന്നെ ഈ വ്യക്തിപരമായി അപമാനിച്ച ഒരുപാട് ആൾക്കാരിലുണ്ട്. അവർക്കെതിരെ നമ്മൾ എന്തായാലും നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനം. അതായത് യൂട്യൂബേഴ്സ് പച്ചക്ക് ചീത്ത വിളിക്കുന്നതും തെറി പറയുന്നതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രക്കും മോശകരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിങ്ങൾ എന്താ പറയുക, കേൾക്കാൻ പാടില്ലാത്ത അവർക്കെതിരെ ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് ഞങ്ങൾ അത് തെറ്റില്ല. പച്ചക്ക് തെറി വിളിച്ചു. യൂട്യൂബേഴ്സാന്ന് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ച് തെറി പറയാമെന്നുള്ള ഒരു
എന്താ പറയാ ഒരു അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരാൾക്കും ചെയ്തിട്ടില്ല. ഒരാൾക്കും ഒരു ലൈസൻസും കൊടുത്തില്ല മറ്റുള്ള തെറി പറയാന്നുള്ളതും മറ്റുള്ള ഫോട്ടോ പിന്നെന്താ വീഡിയോ കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതും ഒരാൾക്കും ഒരു ലൈസൻസ്. ഇത് മൊത്തം അങ്ങനെ വന്ന പച്ചക്ക് തെറി വന്നതാണ്. യൂട്യൂബറാണ്, പേരും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അയാൾക്കെതിരെ ഞങ്ങൾ കേസും കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് വെറുതെ വിളിച്ചിട്ട് പച്ചക്ക് തെറി പറയാണ്. അവർക്കെതിരെ ഞങ്ങളിപ്പോൾ ചെയ്തൊരു തെറ്റ് ഞങ്ങൾ അയാളെ സഹായിച്ചു. നമ്മൾ കൂടുതൽ ഒരാൾ പറഞ്ഞപ്പോൾ നമ്മൾ അയാളെ സഹായിച്ചു. അത് ചെയ്യേണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് വീഡിയോ വേണമെങ്കിലും ചെയ്ത പ്രശ്നമല്ല. കുടുംബത്തിലും ഫാമിലിയും കയറി വീഡിയോ ചെയ്യരുത്. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്ത് സംശയം നമ്മൾ തീർത്തു തരും. വേണമെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മുന്നിൽ വന്ന് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഒന്നും പ്രശ്നമല്ല. വേണമെങ്കിൽ കോൺടാക്ട് നമ്പറും തരും, ഒന്നും വിഷയമല്ല. പക്ഷേ ദയവ് ചെയ്ത് ഞങ്ങൾ അന്നത്തിലോ കുടുംബത്തിലോ കയറി കളിച്ചിട്ട് ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പുറകെ ആര് തൂങ്ങിയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, എനിക്കും പ്രശ്നമല്ല, ഇവനും പ്രശ്നമല്ല. പക്ഷേ ഞങ്ങളെ ഫാമിലിപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളതിന് നിയമപരമായിട്ട് എന്തായാലും മുമ്പോട്ട് പോകും. അപ്പോൾ വീണ്ടും നമുക്ക് എന്താക്കാം, ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം.